UDF-ന്റെ അകത്ത് ആകെ തിരക്കാണ്. പിന്നെ അല്ലാണ്ട് LDF-ന്റെ അകത്ത് അടി കണ്ടറിഞ്ഞൂടെ അടുത്ത ഭരണം UDF-നുള്ളതാണ്. പിന്നെ പന്തലികെട്ടലും വീട് കയറി ഇറങ്ങലും മുഖ്യമന്ത്രി കസേരയിലെ പൊടി തൂത്തുവാരലൊക്കെ ആയിട്ട് മൊത്തം താളം. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? നിങ്ങൾക്ക് ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി വെക്കുന്നത്. ഉറപ്പായിട്ടും ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണ്. ഞങ്ങളതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ഞങ്ങൾ നന്നായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. കേരളത്തിൽ എല്ലായിടത്തും വാർഡ് കമ്മിറ്റികളും ഡിവിഷൻ കമ്മിറ്റികളും ഉണ്ടാക്കി. ഞങ്ങൾ എല്ലാ വീടുകളിലും ഭവന സന്ദർശനം നടത്തി. അപ്പൊ അടുത്ത ഭരണം ഉറപ്പിച്ചൂലേ കൊച്ചി കള്ളൻ? ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ 100-ലധികം സീറ്റുമായി 2026 UDF തിരിച്ചു വരും. അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വരവ് കണ്ടപ്പോ നമ്മുടെ കോൺഗ്രസ് നേതാക്കളൊക്കെ എന്തൊരു ഹാപ്പി ആയിരുന്നു എന്നറിയോ? PM ശ്രീ വിവാദത്തിൽ മുഖ്യമന്ത്രിനെ ഇട്ട് പൊരിക്കും, മുന്നണിക്കകത്തെ പ്രശ്നങ്ങളൊക്കെ ശരിക്കും കാണാന്നൊക്കെ വിചാരിച്ച് അവർ ആവേശ കമ്മിറ്റി ഒക്കെ രൂപീകരിച്ച് ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. ബട്ട് പ്ലാനും പാളി, പണിയും പാളി. നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. പെൻഷൻ വർദ്ധിപ്പിച്ച പോയി അടുത്ത ഭരണം പോയി. കോൺഗ്രസിന്റെ അകത്ത് കൂട്ടത്തല്ലിൽ ആകെ പറഞ്ഞു പിടിച്ചിരിക്കാനുണ്ടായിരുന്നത് സർക്കാരിന്റെ വാഗ്ദാന ലംഘനങ്ങളായിരുന്നു. അതും പോയാ. എന്ത് കലക്കണം അവന്റെ ഒടുക്കത്തെ കലക്ക. ഇനി ഞാൻ ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. സബാഷ്. പെൻഷൻ, ആശാ വർക്കേഴ്സ്, അംഗനവാടി ടീച്ചേഴ്സ്, സപ്ലൈകോ, അങ്ങനെ എല്ലാത്തിലും അവര് പെർഫെക്റ്റ് ഓക്കെ ആവണല്ലോ. നമ്മൾ എന്ത് ചെയ്യും സതീശേട്ടാ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 1ഉം 2ഉം പിണറായി സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്ത ഗവൺമെന്റാണ്. അല്ല വാസവസഖാവേ, ഡയലോഗൊക്കെ കൊള്ളാം, മാസായിട്ടുണ്ട്. പക്ഷെ ഈ വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇലക്ഷൻ വരെ എന്തിനാ കാത്തിരുന്നെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഇല്ല, ഇപ്പോൾ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ ഇനിയും 6-7 മാസം ഉണ്ടല്ലോ. ഇപ്പൊ നടക്കാൻ പോകുന്ന ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതും ഇതുമായി ബന്ധമില്ലല്ലോ. തമാശക്കാരൻ 4 കൊല്ലം ഭരിച്ചിട്ട് ഇലക്ഷൻ 5-6 മാസം മുന്നേ വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ട് പറയാ ഇലക്ഷൻ ഇനിയും 5-6 മാസം ഇല്ലേന്ന്. നാട്ടുകാർക്ക് ഇതൊക്കെ നല്ലോണം മനസ്സിലാവൂട്ടോ. ഇത്രയും കാലം കിടന്നില്ലേ, അവസാന നിമിഷം വരെ കാത്തില്ലേ, തീർച്ചയായും 100% തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ്. അടുത്ത ഇലക്ഷൻ 6 മാസത്തിനുള്ളിലും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇലക്ഷൻ്റെ സ്റ്റണ്ടായിരിക്കും ഇത്. അത് ഇലക്ഷൻ കഴിയുന്നു പതിവ് പോലെ ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് സാധാരണക്കാരനുള്ള വിശ്വാസം. കേരളം കടക്കണിയിലേക്ക് പോവാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചതെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പം എവിടെ നിന്നാണ് പൈസ വന്നത്? ഒരു പൈസയും വരുന്നില്ല. അതിന് വരാനിരിക്കുന്ന സർക്കാരിൻ്റെ തലയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇനി കൂടി വന്ന് 2-3 മാസം കൊടുത്താൽ മതിയല്ലോ. അപ്പോഴും ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ലേ? അല്ല സതീശേട്ടാ, നിങ്ങളുടെ അവിടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിയൊക്കെ എന്തായി? കോൺഗ്രസ് നേരത്തെ തൊട്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കാറില്ല. പ്രഖ്യാപിക്കാറില്ലെങ്കിലും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ. KC വേണുഗോപാൽ കേരളത്തിലെ വർക്കിൽ ആക്റ്റീവ് ആയപ്പോ നിങ്ങൾക്ക് കുശുമ്പ് തോന്നിയത് അതുകൊണ്ടല്ലേ? പറയ്. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് നല്ല റെഡ് അലർട്ടാന്ന് പറയുന്നത് അല്ലേ? നോക്കണം, മഴ പെയ്യുമെന്ന് നോക്കാം. കണ്ട ആ മുഖത്ത് പുച്ഛം കണ്ട, ഒഴിഞ്ഞുമാറ്റം കണ്ട, എന്നിട്ടൊന്നും അറിയാത്ത പോലെ. ഇതൊക്കെ വലിയ തമാശയാണ്. അതെ, തമാശ ഇത്തിരി കൂടുണ്ട്. തമാശ ഇനിയും കൂടാണ്ടിരിക്കാനാവൂലേ? ജംബോ പട്ടികയിൽ ഉള്ള ആൾക്കാരെ മുഴുവനും കുത്തി നിറച്ച് കയറ്റിയത്. അല്ല, ആ പട്ടിക ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിക്കാനുള്ള ആൾക്കാർ അതിലുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങളുടെ ആ വന്ന ആളുകളെല്ലാം കഴിവുള്ളവരാണ്. ഇനിയും കഴിവുള്ളവർ ഞങ്ങളുടെ പാർട്ടി ഒരുപാട് കഴിവുള്ളവർ പുറത്തുണ്ട്. ഓ മൈ ഗാഡ്, കോൺഗ്രസിൽ എല്ലാവർക്കും ഭയങ്കര കഴിവാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇലക്ഷൻ മുന്നിൽ കണ്ട് പിണറായി സർക്കാർ നടത്തിയ ഈ സർജിക്കൽ സ്ട്രൈക്കിനെ ഈ കഴിവ് കൂടിയവര് ഏത് കഴിവ് ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.